വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഹാളിലെ സംസാരങ്ങൾ മുറിയിലേക്ക് ഉയർന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? സണ്ണി വിഷമത്തോടെ ചോദിക്കുകയാണ്. രവി അങ്കിളും ശാന്തി ആന്റിയും ദേഷ്യത്തിലാണ്. യഥാർത്ഥത്തിൽ അത് ദേഷ്യമല്ല, സങ്കടമാണ്. പക്ഷെ ശരണിനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇനിയിപ്പോൾ എല്ലാവരെയും വിളിച്ച് അറിയിക്കാൻ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ അവിടെ ഇവിടെ നിന്നിട്ട് എന്താ പ്രയോജനം? അയ്യോ, എത്ര പേര് വിളിച്ചറിയിക്കണം? അഥവാ അറിയിച്ചത് തന്നെ മോശമല്ലേ? മാത്രമല്ല, എല്ലാം ക്യാൻസൽ ചെയ്യുന്ന നഷ്ടമാണ്. ഓൾറെഡി ഓഡിറ്റോറിയത്തിൻ്റെയും ഫുഡിൻ്റെയൊക്കെ ക്യാഷ് പേ ചെയ്ത് കഴിഞ്ഞല്ലോ. അതൊരു ആലോചനയോടെ നിൽക്കുകയായിരുന്ന ചിഞ്ചു വേഗത്തിൽ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? അങ്കിള് പറഞ്ഞവള് നടക്കാതെ ചടങ്ങിന് എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ച് പോട്ടെ എന്നാണോ? വസു ചിഞ്ചുവിനെ സംശയത്തോടെ നോക്കി. എന്നല്ല, ചടങ്ങ് നടന്നാ പോരെ? അപ്പൊ പ്രശ്നം സോൾവ് ആയില്ലേ? ശ്രേയക്ക് പകരം ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്യട്ടെ. നീ എന്തൊക്കെയാ ചിഞ്ചു ഈ പറയുന്നത്? ഈ അവസാന നിമിഷത്തിൽ വേറെ പെൺകുട്ടിയോ? അതും ശരണിന്? അവൻ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ? ഇതൊന്നും എന്നെ കരക്കടിപ്പിക്കാൻ പെട്ട പാട്. അതെ, ഇങ്ങനെയായി. അയ്യോ, ശരണിന് സമ്മതമല്ലെങ്കിൽ വേണ്ട. ശരണിനോട് ചോദിച്ചാൽ ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറയൂ. ശരി, പെൺകുട്ടിയെ പറയൂ, വസു ചോദിച്ചു. വസുവിനെ പോലെ സണ്ണിയും ചന്തു ആകാംക്ഷയോട് നിൽക്കുകയാണ്. പറഞ്ഞാൽ നിങ്ങളറിയും, ചഞ്ചല എലിസബത്ത് എന്ന സാക്ഷാൽ ഞാൻ തന്നെ. ചിഞ്ചു ചിരിച്ചു. നീ തമാശ കളയി ചിഞ്ചു. ഇവിടെ ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം നടക്കുമ്പോൾ നിന്റെ കുസൃതികൾ ഇപ്പോൾ വീണ്ടും പഴയതുപോലെ ആവുന്നുണ്ട്. ചന്ദന ചെറുതായി ചിഞ്ചുവിന്റെ കയ്യിലൊന്ന് അടിച്ചു. കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ. നീ കാര്യമായിട്ടാണോ ചിഞ്ചു? വസുവിന് തന്നെ സന്തോഷം ഒതുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. അതവന്റെ സ്വരത്തിൽ വിറയലുണ്ടാക്കി. കാര്യമായിട്ട് തന്നെയാ. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അതറിഞ്ഞിട്ട് ശരണിനോട് അവതരിപ്പിക്കാനാ? അയ്യോ, 100 വട്ടം സമ്മതം. ചന്തുവിനിപ്പോൾ മിഴികൾ നിറയുമെന്നായി. വസുവിന്റെ നോട്ടം സണ്ണിയിലേക്ക് നീങ്ങി. ചിഞ്ചുവും ശ്രദ്ധിക്കായിരുന്നു സണ്ണിയെ. ആ കണ്ണുകളിൽ എവിടെയെങ്കിലും വേദനയുണ്ടോ എന്ന് അവൾ തിരഞ്ഞു. ആഹ്ലാദത്തിന്റെ ഒരു വേലിയേറ്റമല്ലാതെ മറ്റൊന്നും കാണാൻ അവൾക്ക് സാധിച്ചില്ല. ചിഞ്ചുവിന്റെ മനസ്സ് കണത്തു. സണ്ണി എന്ന് പറയുന്നു. ശരണിനോട് ഞാൻ ഇക്കാര്യം അവതരിപ്പിക്കട്ടെ? സണ്ണി ആ നിമിഷം വളരെ സന്തോഷവാനാണെന്ന് വസുവിന് തിരിച്ചറിയാൻ സാധിച്ചുവെങ്കിലും സണ്ണിയോട് അത് ചോദിക്കാതിരിക്കാൻ വസുവിന് കഴിഞ്ഞില്ല. എന്തിനാണ് താമസം? ശരണിനോട് സംസാരിച്ചിട്ട് വരൂ. സണ്ണി നിറഞ്ഞ മനസ്സോടെ പറയുകയാണ്. നിങ്ങൾ വാ. വസു ചന്ദനയോട് സണ്ണിയോടുമായി പറഞ്ഞിട്ട് മുന്നേ നടന്നു. ചിഞ്ചുവിനെയും സണ്ണിയെയും നോക്കിയിട്ട് ചന്ദനയും പുറത്തേക്ക് പോയി. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ലായിരുന്നു, അല്പം മുന്നേ പോലും. പക്ഷെ ഇപ്പോൾ ഈ നിമിഷത്തിൽ എനിക്ക് തോന്നുന്നു ഈ തീരുമാനം നല്ലതായിരിക്കുമെന്ന്. ആയിരിക്കുമെന്നല്ല, ആണെന്ന് പറയൂ. നിന്റെ ലൈഫിലെ ബെസ്റ്റ് ഡിസിഷനാണിത്. എന്നും സന്തോഷവതിയായിട്ടിരിക്കൂ. സണ്ണി നിറഞ്ഞു പുഞ്ചിരിച്ചു. സണ്ണിയെ ഓർത്തുള്ളിൽ തിങ്ങിയിരുന്ന വേദനയുടെ അവസാന കണികയും ആ പുഞ്ചിരിയിൽ മാഞ്ഞു പോകുന്ന ചിഞ്ചു അറിഞ്ഞു. പതിയെ അവളുടെ ചുണ്ടുകളിലും ഹൃദയം തണുത്ത് നനത്തൊരു പുഞ്ചിരി ചേക്കേറി. എന്താടി നീ എന്ത് കാര്യത്തിന് എങ്ങനെ സെക്കൻഡ് നേരം വെച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? കോൾ എടുക്കാതിരിക്കുമ്പോൾ ഞാൻ ഡ്രൈവിംഗ് ആണെന്ന് ഊഹിക്കാൻ പാടില്ല നിനക്ക്? ഒരു 20 മിനിറ്റുള്ളിൽ ഞാൻ അങ്ങെത്തും. നാളെയല്ലേ ഫംഗ്ഷൻ? നിന്റെ വിളിയണ്ടാ തോന്നുന്നു രാത്രിയിലാണെന്ന്. ഓക്കെ ആണെങ്കിൽ നാളേക്ക് വെയിറ്റ് ചെയ്യണ്ട. ഇന്ന് രാത്രിയല്ല, ഇപ്പൊ ഈ സന്ധ്യയ്ക്ക് വേണേൽ നടത്താം. ചിഞ്ചു ചിരിച്ചു. ഒന്ന് തെളിച്ചു പറയേണ്ട എൽസാമോ? എബ്രഹാം വണ്ടി ഒതുക്കി. അതൊന്നും അറിയിക്കാനാ ഞാൻ ഇത്രയും കോൾ ചെയ്ത്. അതിലൊന്നും എടുത്തിരുന്നെങ്കിലോ? പാപ്പ, ശ്രേയക്ക് വേറെ പ്രണയമുണ്ടെന്ന്. ആ ആൾക്കൊപ്പം പോയി അവള്, അതും ശരണിന്റെ പെർമിഷനോടെ. ചിഞ്ചു കാര്യങ്ങൾ വിശദീകരിച്ചു. ഇനി പറയൂ, എന്താ പപ്പയുടെ അഭിപ്രായം? ഒരു സണ്ണിലോയെ കിട്ടാൻ വലിയ പൂതിയല്ലേ പപ്പയ്ക്ക്? അത് ഞാനങ്ങ് സാധിച്ചു തരട്ടെ. ശരണായ കൂടുതൽ നന്നാവുമെന്ന് പലപ്പോഴായിട്ട് പപ്പ പറഞ്ഞിട്ടില്ലേ? കർത്താവിന് സ്തുതി. നിനക്ക് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ പെണ്ണേ. അപ്പൊ ഇത്രയും കാലം നല്ലതല്ലായിരുന്നോ? ആയിരുന്നെങ്കിൽ നീ കണ്ട കാലൊക്കെ കളയായിരുന്നോ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പോയ ബുദ്ധി ആനവൽച്ചാരം കിട്ടില്ലെന്നാണല്ലോ. പിന്നെന്താന്ന് വെച്ചാ, അല്പം മുന്നേ പോലും ഇങ്ങനെ ഒരു കാര്യന്റെ മനസ്സിലോ ചിന്തയിലോ ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇതെന്ത് പറ്റി? ശ്രേയ ഒളിച്ചുകൂടി പോയി ശരൺ വേദനിച്ചിരിക്കുന്ന കണ്ടപ്പോൾ സഹിച്ചില്ലേ നിനക്ക്? ശരണിനൊരു ജീവിതം കൊടുക്കാൻ തോന്നിയോ? എബ്രാമിന്റെ ചിരി ഉയർന്നു കേട്ടു. ഓ പപ്പ, ഞാൻ എപ്പോഴും പറയാറുള്ള സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ അതിനൊരു തമാശിക്കാൻ നിൽക്കരുതെന്ന്. ഞാൻ സോമാനസാലയാ. ശരണിപ്പോ വേദനിക്കുകയാണോ? അതെനിക്കറിയില്ല പപ്പ. നേരത്തെ അവിടെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകൾക്കും അഭിപ്രായങ്ങൾക്ക് നിന്നുകൊടുത്തിരുന്ന ശരൺ. അപ്പം ആ മുഖത്തെ ഭാവം എന്താണെന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. വേദനിക്കായിരിക്കും ചിലപ്പോൾ. ശരൺ മനസ്സാലെ തയ്യാറെടുത്തിരുന്നു ശ്രേയായിട്ടുള്ള വിവാഹത്തിന്. ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ശരൺ എന്താണ് പറയാമെന്ന് എനിക്കറിയില്ല. വസുവും സണ്ണിയും സംസാരിക്കാൻ ശരണിനോട്. ഞാൻ ആ ഏരിയയിൽ പോയിട്ടില്ല. ചിലപ്പോൾ ശരൺ എനിക്ക് 2 തന്നേന്നും വരാം. ശരൺ തന്നാ നീ അത് വാങ്ങിച്ചോണം. അതിലുള്ള ബാധ്യത നിനക്കുണ്ട്. 1 2 അല്ല, വർഷം എത്ര കടന്നു. അതെ, സത്യത്തിൽ ഞാൻ സണ്ണി ഓർത്തായിരുന്നു. ശരണും അതേ കാരണത്താൽ തന്നെയല്ലേ. പക്ഷെ സണ്ണിക്കുള്ളിൽ ഞാനൊരിക്കലും പ്രണയമായിരുന്നില്ല പപ്പ. സണ്ണിയായാൽ ഞാൻ വേദനിച്ചു എന്നൊരു തോന്നൽ, കുറ്റബോധം, അതിൽ നിന്ന് ഉടലെടുത്ത വേദന, അതൊക്കെയായിരുന്നു സണ്ണിക്ക് എന്നോട്. ഈ ഒരു അവസരത്തിൽ പോലും ഇങ്ങനെ തീരുമാനമായിട്ട് ശരണിനെ സമീപിച്ചില്ലെങ്കിൽ ഇനി എപ്പോഴാ? എന്നും എപ്പോഴും കൂടെ നിന്നവനാ, സന്തോഷിപ്പിച്ചവനാ. ഞാൻ നൽകിയ പ്രണയവേദന കളി തമാശയോടെ ഏറ്റുവാങ്ങിയവനാ. ഇനിയും വേദനിപ്പിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല പപ്പ. അതിന് ഞാൻ കാരണമല്ല, മറ്റൊന്നിനെ കൊണ്ടുപോലും. നീ ശരണിനോട് സംസാരിക്കുക. അപ്പോഴേക്കും ഞാനിങ്ങെത്തും.
ബാക്കി അവിടുന്ന് ആവാം. എബ്രാം കാറ് മുന്നോട്ടെടുത്തു. ചിഞ്ചു നീ വന്നേ, ശരൺ വിളിക്കുന്നുണ്ട്. ചന്ദനക്കൊപ്പം ചിഞ്ചു ശരണിന്റെ മുറിയിലേക്ക് ചെന്നു. അപ്പോഴേക്കും വസുവും സണ്ണിയും വെളിയിലേക്ക് പോയിരുന്നു. സംസാരിക്കേട്ടോ, കുഞ്ഞുണർന്നിട്ടുണ്ട്, ഞാൻ താഴേക്ക് പോവാണേ. ചിഞ്ചുവിന്റെ കയ്യിലും തട്ടി ചന്തവും പുറത്തുപോയി. ചിഞ്ചു ശരണിനെ നോക്കി, ഒന്നും മിണ്ടുന്നില്ല. ഇങ്ങനെ ഒരാൾ മുറിയിലേക്ക് വന്നെന്ന ശ്രദ്ധ പോലുമില്ല. വെറുതെ മറ്റെങ്ങോ നോക്കിയൊരു നിൽപ്പ് നിൽക്കുകയാണ്. ശരൺ എന്താണെന്ന് സംസാരിക്കാത്ത? ശരണിന്റെ മനസ്സിലപ്പോൾ എന്തായിരിക്കുമെന്ന ആശങ്കയായിരുന്നു ചിഞ്ചുവിൽ. എങ്കിലും അവൾ സംസാരത്തിന് തുടക്കം കുറിച്ചു. ഒന്നുമില്ല, സണ്ണി വസു ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ആരും എൻ്റെ നിശ്ചയം മുടങ്ങാതിരിക്കാൻ എനിക്കൊരു പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന്. നിശ്ചയം മുടങ്ങിയതുകൊണ്ട് ഞാൻ മാനസികമായൊന്നും പാടാൻ തീരുമാനിച്ചിട്ടില്ല. ആ ഒരു തോന്നലാണിതെങ്കിൽ ശരൺ പറഞ്ഞിരുത്തി. ശരൺ അതങ്ങനെയല്ല. ചിഞ്ചു ഒന്നും മടിച്ചു. പിന്നെ എങ്ങനെയാ? ഇപ്പോഴാണോ നിനക്കത് പറയാൻ തോന്നിയത്? ഈ കാലത്തെയും ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു. വെറുതെ എൻ്റെ കുറേ വർഷങ്ങൾ തുലച്ചുകളഞ്ഞവള്. ഒരു മാസം മുന്നെങ്കിലും നീ ഇങ്ങനെ തീരുമാനത്തിൽ എത്തിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ എല്ലാവരുടെയും വായിരിക്കുന്ന കേൾക്കണമായിരുന്നു എൻ്റെ ചിഞ്ചു. സത്യത്തിൽ ശരൺ കരയുകയായിരുന്നു. അത്രമേലൊരു ആഹ്ലാദം കീഴടക്കിയിരുന്ന അവനെ. ഒരിക്കലും തന്നിലേക്ക് വന്ന് ചേരില്ലെന്ന് കരുതിയത്, തനിക്ക് സ്വന്തമാവില്ലെന്ന് കരുതിയത്, എന്നേക്കുമായി താൻ മറന്നുകളയാൻ ഒരുങ്ങിയത്, തൻ്റെ പ്രണയം, ആദ്യ പ്രണയം, നഷ്ടപ്രണയം. ശരണിന്റെ കണ്ണുകൾ നനഞ്ഞു. ഹൃദയത്തിൽ ആ നേരം വരെ നിറഞ്ഞിരുന്ന വേദന എങ്ങോ പോയി മറയുന്നത് അവനറിഞ്ഞു. അത്രമേലൊരു സന്തോഷം, തണുപ്പ്, അങ്ങനെ എന്തൊക്കെയോ. പരിഭവത്തോടെയാണ് അവൻ ചിഞ്ചുവിനെ നോക്കുന്നത്. എന്നാൽ ഞാനും അതങ്ങോട്ട് തിരിച്ചു പറഞ്ഞാലോ? അതിൽ പിന്നീട് എന്നോട് ഇഷ്ടമാണെന്നോ മറ്റോ ശരൺ പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. എപ്പോഴും മനസ്സിലൊതുക്കി ഒഴിഞ്ഞു മാറിയില്ലായിരുന്നോ? ആ പരാതി ഞാനും പറഞ്ഞാലോ? ചിഞ്ചു കെറിവിച്ചു. അത് പിന്നെ അതെന്തുകൊണ്ടാണെന്ന് ശരൺ പറഞ്ഞു വരുമ്പോഴേക്കും ചിഞ്ചു വേഗത്തിൽ ശരണിന്റെ വാ മൂടി പിടിച്ചു. വേണ്ട, എനിക്കറിയാം എന്താണ് പറയാൻ പോകുന്നതെന്ന്. സണ്ണി എത്രയോ മുന്നേ ഇത് ആഗ്രഹിച്ചിരുന്നു. ചിലപ്പോൾ ഞാനൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ നിൽക്കുന്നതായിരിക്കാം സണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദന. ചിഞ്ചു പറയുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എന്ത് കാര്യത്തിനാണ് ശരണിനെ വിവാഹം കഴിക്കേണ്ടത്? ശരണിന് ഡിഗ്രി പോലില്ല തലതെറിച്ച് നടക്കുന്ന പെൺകുട്ടികളോട് താല്പര്യമില്ലല്ലോ. എന്താ അഹങ്കാരമായിരുന്നു. ഭാവിവത് ഡോക്ടറാണെന്നും പറഞ്ഞ് നിലത്തൊന്നല്ലായിരുന്നല്ലോ ശരൺ. ആ അഹങ്കാരത്തിന് കിട്ടിയതാ ഇത്. ചിഞ്ചു മുഖം വെട്ടിത്തിരിച്ച് കളഞ്ഞു. കുഴപ്പമില്ല, അത് ഞാനങ്ങ് സഹിച്ചു. അല്ലെങ്കിൽ ഈ വലിയ ഉദ്യോഗമുള്ളതിനേക്കാളൊക്കെ നല്ലത് ഇങ്ങനെ ഡിഗ്രി ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുന്നവളുമാർ തന്നെയാ. ഒന്നില്ലെങ്കിലും 3 നേരം വെച്ച് വിളമ്പി തരാൻ ആള് കാണുമല്ലോ. നമ്മുടെ കാര്യങ്ങളൊക്കെ മെനയായിട്ട് നടന്നിട്ടുകയും ചെയ്യും. ശരൺ ഒതുക്കി ചിരിച്ചു. ചിഞ്ചു കണ്ണുകൾ കൂർപ്പിച്ച് അവനെ നോക്കി. മിസ് ചഞ്ചല എലിസബത്ത് എബ്രഹാം പൂർണ്ണ മനസ്സോടെ തന്നെയാണല്ലോ. അല്ലാതെ ഈ അവസരത്തിൽ എന്നോട് തോന്നിയ അനുകമ്പയൊന്നുമല്ലല്ലോ. പോടാ, പറയണം, ഞാനങ്ങ് പറഞ്ഞു. ഇനിയൊക്കെ ശരണിന്റെയും വീട്ടുകാരുടെ ഇഷ്ടം. പപ്പി ഇപ്പം ഇങ്ങെത്തും. പപ്പിയോട് പറഞ്ഞോ? ശരൺ ആകാംക്ഷയോടെ തിരക്കി. ആളൊന്നല്ല, 300 വട്ടം സമ്മത്തില്ല. എനിക്ക് നല്ല ബുദ്ധി വന്നല്ലോ എന്നുള്ള സന്തോഷം. ചിഞ്ചു പതിയെ ചിരിച്ചു. പുറത്തേ പോകാൻ തുനിഞ്ഞവളുടെ കൈത്തണ്ടയിൽ ശരണിന്റെ കൈത്തലം വീണു. ചിഞ്ചു എന്തെന്നർത്ഥത്തിൽ തലയിരിച്ച് അവനെ നോക്കി. നിങ്ങളുടെയൊക്കെ സമ്മതം മാത്രം പോരല്ലോ. തൽക്കാലം എനിക്കതിന് സമ്മതമല്ല കേട്ടോ. എത്രയോ കാലങ്ങൾ ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ആഗ്രഹമില്ല. ശരൺ അവിടെ കൈയുള്ള പിടിയയച്ചു. ചിഞ്ചുവിനൊരു മാത്രം കണ്ണുകളും ഹൃദയവും പുകഞ്ഞു നീറി. വീണ്ടും ഒരു തിരസ്കരണം. ശരീരത്തിൽ നിന്നും തൊലി വലിച്ചടർത്തിയെടുക്കും പോലൊരു വേദന. തൊണ്ടക്കുഴിയിലൊരു നോവ് തിങ്ങി നിറഞ്ഞു. ശരണിന്റെ മുഖത്തേക്ക് പോലും നോക്കാനാവുന്നില്ല. ആ മുന്നിൽ നിൽക്കാൻ കഴിയുന്നില്ല. എവിടേക്കെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് തോന്നി അവൾക്ക്. നിലം പതിച്ചു പോകുമാറ് തളർന്നുപോയവൾ. അതിനു മുന്നേയായി ശരൺ അവളെ ചുമലിലൂടെ കൈയിട്ട് ചേർത്തു പിടിച്ചിരുന്നു. എന്നെ വട്ടം കറക്കിയതിന് വലിയ ഡോസ് തന്നെ തരണം നിനക്ക്. ഇതൊന്നും തികയില്ല. ശരൺ കുസൃതിയോടെ ചിരിക്കുന്നുണ്ട്. കണ്ണുനീര് ഊറിക്കൂടിയ മിഴികളോടെ അവൾ മുഖമുയർത്തി അവനെ നോക്കി. എന്നാൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പോകുന്ന നിന്നെയാ ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അയ്യോ, അതോർത്ത് നിനക്ക് വലിയ ഡോസൊന്നും തരാൻ ഞാൻ മുതിരാത്ത്. പോടാ. ചിഞ്ചു കരച്ചിലോടെ അതിലേറെ ചിരിയോടെ കണ്ണുകൾ തുടച്ച് ശരണിന്റെ വയറ്റിനിട്ട് ശക്തിയായി പഞ്ച് ചെയ്തു. നീ അതിനിടയിൽ കരാട്ടയും പഠിച്ചിരുന്നോടി. ഇതൊന്നും ശരിയാവില്ല കേട്ടോ. വയറമർത്തി തിരുമ്മി വേദനയാൽ ചുളിഞ്ഞ മുഖത്തോടെ ശരൺ പറഞ്ഞു. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ഇപ്പോഴേതൊന്നും ശരിയാവില്ല കേട്ടോ. രണ്ടാളും താഴേക്ക് വാ. കാര്യങ്ങളൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി വന്ന് നിന്ന് കൊടുത്താൽ മതി രണ്ടാളും. മുറിവാൽക്കലോളം വന്ന് വസു പറഞ്ഞു. അയ്യോ, നിശ്ചയം മുടങ്ങിയപ്പോഴേക്കും വിസ്താരം എന്നോട്, നടക്കാൻ പോകുന്നതിനും എന്നോട്. ഇത് എവിടുത്തെ നീ ആയാ? അല്ലടാ, ചിഞ്ചുവിന്റെ പപ്പെത്തിയിട്ടുണ്ട്, നിങ്ങളങ്ങോട്ട് വിളിക്കുന്നുണ്ട്. വസു ആദ്യം ഇറങ്ങിച്ചെന്നു. പുറകെയായി ശരണും ചിഞ്ചുവും. പിന്നീട് ഒന്നിനേതിനും താമസം ഉണ്ടായില്ല. എല്ലാ മുഖങ്ങളിലും സന്തോഷവും സംതൃപ്തിയും മുന്നിട്ട് നിന്നു. ക്ഷണം സ്വീകരിച്ചെത്തിയ അവർക്ക് മുമ്പിൽ അതേ ശുഭമുഹൂർത്തത്തിൽ ശരൺ ചിഞ്ചുവിനും ചിഞ്ചു ശരണിനും മോതിരണിയിച്ച് നൽകി. വിവാഹം വേഗത്തിൽ വേണമെന്ന് രവീന്ദ്രന്റെ നിർബന്ധമായിരുന്നു. ആർക്കും അതിനോട് എതിർപ്പും ഉണ്ടായില്ല. 1 മാസത്തിനുള്ളിൽ വരുന്ന ഏറ്റവും നല്ല മുഹൂർത്തമുള്ള തീയതിയും കുറിച്ചെടുത്തു. മനഃപൂർവ്വം മറച്ചു വെച്ചതായിരുന്നു ചിഞ്ചുവാണ് വധു എന്നത്? അഞ്ജലി നേരിയ പരിഭവത്തോടെ ചോദിച്ചു. തനിക്ക് ചെറിയൊരു സർപ്രൈസ് തരാമെന്ന് എഴുതിയിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കോരം ചോദിച്ചു താനത് പുറത്തെടുത്തു. സണ്ണി പുഞ്ചിരിയോടെ പറഞ്ഞു. സണ്ണിക്ക് വേദനയില്ലേ? അല്പം മടിച്ചാണ് അഞ്ജലി അത് ചോദിച്ചു.
സത്യത്തിൽ അത് വേദനയായിരുന്നുവോ? ചിലപ്പോൾ ആയിരുന്നിരിക്കാം. അത് പക്ഷേ ശരണിന്റെ അത്രയും ഇല്ലായിരുന്നു. മാത്രമല്ല, താൻ കാരണമാണ് ചന്ദനയും ചിഞ്ചുവുമൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആയിത്തീർന്നെന്ന വേദനയായിരുന്നു എപ്പോഴും മുന്നിട്ട് നിന്നിരുന്നത്. കുറ്റബോധം അതായിരുന്നു ഏറെ. അല്ലാതെ പ്രണയവേദന അനുഭവിച്ചിരുന്നോ താൻ? ചിഞ്ചുവാണ് മനസ്സിലുണ്ടായിരുന്നവളെന്നറിഞ്ഞപ്പോൾ മനസ്സ് വല്ലാതെ ഉലഞ്ഞുപോയിരുന്നു. നിരാശ തോന്നിയിരുന്നു, നഷ്ടബോധം തോന്നിയിരുന്നു. നഷ്ടപ്പെടുത്തിയത് എന്തിനെന്ന് പല ആവർത്തി മനസ്സിനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിനുള്ള ഉത്തരങ്ങളും കണ്ടെത്തി. ഒരിക്കലും ഞാൻ ചിഞ്ചുവിനെ പ്രണയിച്ചിട്ടില്ല. ആരെന്നും എന്തെന്നും അറിയാത്തൊരുവളെ മനസ്സിലിട്ട് പോന്നിരുന്നു. അത് ചിഞ്ചുവാണെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ പ്രണയവും വേദനയുമായിരുന്നു എന്നിൽ. അല്ലാതെ ചിഞ്ചുവിനെ ഞാൻ ഒരിക്കലും ആ സ്ഥാനത്ത് കണ്ടിരുന്നെങ്കിൽ അവളുടെ പ്രണയ നിഷ്കരണം തള്ളിക്കളയുമായിരുന്നില്ല. അതിനാൽ തന്നെ അവളെ നേടാൻ ഞാൻ അർഹനല്ല. ചിഞ്ചുവിന് എന്നോടിപ്പോൾ യാതൊരുവിധ അകൽച്ചയുമില്ല. ആ മനസ്സിൽ സ്നേഹവും അനുകമ്പയുമാണ്. പക്ഷെ അവളുടെ പ്രണയത്തിന് മുമ്പിൽ ഞാൻ എന്നും തെറ്റുകാരനാണ്. അതിനാൽ ഒരിക്കലും ഇനി ആ വിധം എന്നെ സ്നേഹിക്കാനോ സ്വീകരിക്കാനോ അവളിലെ സ്ത്രീക്ക് സാധിക്കില്ല. എന്നും എപ്പോഴും ശരണാണ് യോഗ്യൻ. ശരണിനേക്കാൾ വലിയൊരു ഭാഗ്യം ചിഞ്ചുവിന് ലഭിക്കാനുമില്ല. എന്തുകൊണ്ട് അവളുടെ ഈ തീരുമാനമാണ് ശരി. അതിൽ അവളെക്കാലവും സന്തോഷിക്കുകയും ചെയ്യും. സണ്ണി അത്രയേറെ വിശ്വാസത്തോടെ ഉറപ്പോടെ പറയുകയാണ്. അഞ്ജലി ചിന്തിക്കുകയായിരുന്നു ആ ഒരു 5 പേരടങ്ങുന്ന സൗഹൃദ വലയത്തെക്കുറിച്ച്. ഇടയിലെപ്പോഴോ ആ വലയത്തിലെ 8 നൂലുകൾക്ക് ശക്തി കുറഞ്ഞിരുന്നു. അവ പൊട്ടിപ്പോയി അവരകന്നു പോയിരുന്നു. എന്നിട്ടും പൂർവാധികം ശക്തിയോടെ അവർ ആ വലയം വീണ്ടും നെയ്തെടുത്തിരിക്കുന്നു. അതിലെ ഓരോ നൂൽക്കണ്ണികൾക്കും പഴയതിനേക്കാൾ കരുത്തുണ്ടെന്ന്. സ്നേഹം കൊണ്ട് അടിത്തറ പാകി, വിശ്വാസം കൊണ്ട് ചുമരി കെട്ടി, കൂട്ടുകെട്ടും കരുതലും കൊണ്ട് മേൽക്കൂര വാർത്തെടുത്ത കൊച്ചൊരു സ്വപ്ന വീട്ടിലാണ് ആ ഒരു 5 പേരുമെന്ന് തോന്നി അഞ്ജലിക്ക്. അതിലൊരു അംഗമാവാൻ വെറുതെ അവിടെ ഉള്ളെന്ന് മോഹിച്ചു. ട്രാഫിക്കിൽ പെട്ടുപോയതിനാൽ വിചാരിച്ചില്ല 1 മണിക്കൂർ വൈകിയാണ് സണ്ണിയും അഞ്ജലിയും എത്തിയത്. നേരെ ഓഡിറ്റോറിയത്തിലേക്ക് തന്നെയാണ് വന്നത്. അപ്പോഴേക്കും താലിയിട്ട് കഴിഞ്ഞിരുന്നു. റിസപ്ഷൻ മറ്റന്നാൾ ഉച്ച കഴിഞ്ഞാണ്. ഗൾഫിലുള്ള ശരണിന്റെ ബാക്കി ഫാമിലീസിന്റെ സൗകര്യം നോക്കിയാണ് മറ്റന്നാളേക്ക് വെച്ചത്. നാളെയോടെയാണ് അവരെല്ലാം എത്തിച്ചേരുക. കയറുമ്പോൾ തന്നെ സണ്ണിയുടെയും അഞ്ജലിയുടെയും നോട്ടം നേരെ ചെന്ന് നിന്ന് സ്റ്റേജിന്റെ ഒത്ത നടുക്കാണ്. ഫാമിലിക്കൊപ്പം ഫോട്ടോഷൂട്ട് നടക്കുകയാണ് അവിടെ. സണ്ണി വസു തിടുക്കത്തിൽ സ്റ്റേജിൽ നിന്നിറങ്ങി വന്ന് സണ്ണിയൊന്ന് പുണർന്നു. അഞ്ജലി? സണ്ണിക്കരികിൽ നിൽക്കുന്നവളെ നോക്കി സംശയത്തോടെ വസു ചോദിച്ചു. അതെ, അഞ്ജലി പുഞ്ചിരിച്ചു. സണ്ണി പറഞ്ഞറിയാൻ കേട്ടോ, ശരണും പറഞ്ഞിരുന്നു. വിവാഹത്തിന് വരുന്ന ശരൺ ഉറച്ചു പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അഞ്ജലി കൂടെ ഉണ്ടെന്ന് സണ്ണിയോട് പറഞ്ഞുമില്ല. വസു പറയുന്നുണ്ട്. സണ്ണി ഒന്ന് കണ്ണുകൾ ചിമ്മി ചിരിച്ചു. ഞാൻ വസുദേവ്, വസു അഞ്ജലിയോട് പറഞ്ഞു. ശേഷം ചുറ്റിനും ആരെയോ തിരഞ്ഞു. ഇപ്പോൾ ഒരാവേ. വസു തിടുക്കത്തിൽ ചെന്ന് ചന്ദനയെ കൂട്ടി വന്നു. ഇതെന്റെ വൈഫ് ചന്ദന, ഞങ്ങളുടെ മോളാ വേദാത്മിക. ചന്ദനയുടെ കയ്യിൽ ടർക്കിക്കുള്ളിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ വസു അഞ്ജലിക്ക് കാണിച്ചു നൽകി. ചന്ദന, ഇത് അഞ്ജലി. മനസ്സിലാവാൻ നിൽക്കുന്ന ചന്ദനയോടായി വസു പറയുന്നുണ്ട്. അറിയാൻ കേട്ടോ, സണ്ണിയും ദേവേണ്ണും ശരണൊക്കെ പറഞ്ഞ്. ചന്ദന പുഞ്ചിരിയോടെ പറഞ്ഞു. വാ അങ്ങോട്ട് ചെല്ലാം. ശരണ് കുറെ നേരമായി നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇത്രയും വൈകിയേ? ട്രാഫിക്ക് പെട്ടടാ, സണ്ണി പറഞ്ഞു. വാ അഞ്ജലി വരൂ, പുതുപ്പെണ്ണിനെ ചെറുക്കൻ നേരിട്ട് പരിചയപ്പെടണ്ടേ? വസു ചിരിയോടെ രണ്ടുപേരുമായി സ്റ്റേജിലേക്ക് നടന്നു. കുഞ്ഞിനാമ്മയുടെ കൈ കൊടുത്തിട്ട് വായോ. സ്റ്റേജിൽ കയറുന്നതിന് മുന്നേയായി വസു തിരിഞ്ഞ് ചന്ദനയോട് പറഞ്ഞു. രാധിക അവിടെ ഇവിടെയായി തിരക്കിലായിരുന്നു. കുഞ്ഞിനെ പാർവതിയുടെ കയ്യിൽ കൊടുത്തു. വെറുതെ അങ്ങുമിങ്ങും വായി നോക്കി നിൽക്കുന്ന ചൈതന്യയെ വലിച്ച് ചന്ദന സ്റ്റേജിലേക്ക് പോയി. വാടാമല്ലി നിറത്തിലെ ഒരു കാഞ്ചീപുരം പട്ടുസാരിയിൽ സർവാഭരണ വിഭൂഷിതയാണ് ചിഞ്ചു. കഴുത്തിൽ ശരണണിയിച്ച താലി ആഭരണങ്ങൾക്കിടയിലും കൂടുതൽ തിളങ്ങി നിന്നു. വെളുത്ത ഷർട്ടും കസവും മുണ്ടുമാണ് ശരണിന്റെ വേഷം. സണ്ണി നിറഞ്ഞ മനസ്സോടെ രണ്ടുപേരെയും നോക്കി. അതിനിടയിൽ വസു അഞ്ജലിയെ രാധികക്കും വിശ്വനാഥനും അബ്രഹാമിനും രവീന്ദ്രനുമെല്ലാം പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ, നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു അഞ്ജലി, നേരത്തും കാലത്തേക്ക് എത്തണമെന്ന്. ശരണിന്റെ ആ സംസാരത്തിൽ അഞ്ജലി അന്തം വിട്ടു. ഒരു വട്ടം വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നേ ഉള്ളൂ, അല്ലാതെ ഇന്നോളം കണ്ടിട്ടില്ല, മറ്റു മുൻപരിചയങ്ങളുമില്ല. എന്നിട്ടും എത്ര ഫ്രീ ആയിട്ടാണ് ശരൺ പെരുമാറുന്നത്. സണ്ണിയിൽ നിന്നറിഞ്ഞ ശരൺ തന്നെ, ഒരു മാറ്റവുമില്ല. അഞ്ജലി ഓർത്തു. കൺഗ്രാറ്റ്സ്, ഹാപ്പി വെഡിങ്. അഞ്ജലി ശരണിന് കൈ നൽകി ആശംസകൾ അറിയിച്ചു. ബെസ്റ്റ് വിഷസ്. ഒപ്പം തന്നെ ചിഞ്ചുവിനെ ഒന്ന് പുറന്ന് അവളോട് ആശംസ ചൊല്ലി. താങ്ക് യു മിസ് അഞ്ജലി മേനോൻ, തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ക്ഷണം സ്വീകരിച്ച് ഡൽഹിയിൽ നിന്ന് വന്നതിന്. അതുകൊണ്ട് മാത്രം സദ്യയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ വൈകി വന്നതിനെ തുടർന്ന് സദ്യക്ക് ഇരുത്തേണ്ടെന്ന് ഓർത്താണ്. സണ്ണിയെ കൂർപ്പിച്ച് നോക്കിയാണ് ശരൺ അഞ്ജലിയോട് പറയുന്നത്. തിരക്കായതുകൊണ്ടാടാ, അല്ലെങ്കിൽ 2 ദിവസം മുന്നെങ്കിലും വരില്ലായിരുന്നു ഞാൻ. സണ്ണി ക്ഷമാപണം നടത്തുന്നുണ്ട്. ഉവ് എനിക്കറിയാം, അതുകൊണ്ടാ എനിക്ക് ഡോക്ടർമാരൊന്നും ഇപ്പം തീരെ ഇഷ്ടമില്ലാത്ത. എപ്പോൾ നോക്കിയാലും തിരക്കോട് തിരക്ക്. അല്ലാതെ ഡോക്ടർ ശ്രേയ തേച്ചിട്ട് പോയോണ്ടല്ല അല്ലേ? വസു ചിരിച്ചു. അത് കേട്ട് അവിടെ കൂട്ടച്ചിരി മുഴങ്ങി. പിന്നീട് ഫോട്ടോ എടുക്കലായിരുന്നു. ശരണിനും ചിഞ്ചുവിനും അപ്പുറവും ഇപ്പുറവുമായി മാറി മാറി ഓരോ പോസ്റ്റിൽ എല്ലാവരും ചേർന്ന് അനേകം ഫോട്ടോസ് എടുത്തു. എല്ലാത്തിലും അവർ 5 പേരും അഞ്ജലിയെ ഒഴിവാക്കാതെ ചേർത്ത് നിർത്തിയിരുന്നു. അത് അഞ്ജലിയെ സന്തോഷപ്പെടുത്തി. ഇതാരാണ് സ്വപ്നക്കുള്ളിൽ പുതിയ അതിഥി?
ചൈതന്യയുടേതാണ് ചോദ്യം. സണ്ണിക്കൊപ്പം ഓഡിറ്റോറിയത്തിലേക്ക് കയറുമ്പോൾ അഞ്ജലി ശ്രദ്ധിച്ചിരുന്നു. എങ്കിലും ഇപ്പോഴാണ് ചൈതന്യക്ക് ചോദിക്കാൻ അവസരം കിട്ടിയത്. സണ്ണിയുടെ ഫ്രണ്ടാ അഞ്ജലി, ഡോക്ടർ തന്നെയാ ഡൽഹിയിൽ, ചന്ദന പറഞ്ഞു. ഫ്രണ്ട് തന്നെയാണോ? ചൈതന്യ ചെറിഞ്ഞൊന്ന് ചോദിച്ചു. പിന്നെ ആരാണ്? ചന്ദന അവളെ കണ്ണു ചുരുക്കി നോക്കി. അല്ല, ഞാൻ കരുതി സണ്ണിച്ചേട്ടൻ്റെ ലൈനാവുമെന്ന്. വേണ്ടാത്തൊന്നും പറയില്ല ചൈതു. സണ്ണി അഞ്ജലിയെ മറ്റു കേട്ടെന്താ കരുതുക? ചന്ദന ചൈതുവിൻ്റെ കയ്യിലൊന്ന് അടിച്ചു. ഞാൻ കേട്ടുവല്ലോ, സണ്ണിയോട് ഇതേക്കുറിച്ച് പറയുകയും ചെയ്യും. പുറകിൽ നിന്ന് അഞ്ജലിയുടെ സ്വരം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അയ്യോ ചേച്ചി, എനിക്കങ്ങനെ ഒരു സംശയം തോന്നിയപ്പോൾ ഞാൻ ചന്തു ചേച്ചിയോട് ചോദിച്ചെന്നേ ഉള്ളൂ, ചൈതന്യ പറഞ്ഞു. കുഴപ്പമില്ല കേട്ടോ, ഞാനിങ്ങ് പറയില്ല. അഞ്ജലി പുഞ്ചിരിയോടെ കണ്ണുകൾ ചിമ്മി കാണിച്ചു. പറഞ്ഞാലും പ്രോബ്ലം ഇല്ല കേട്ടോ. എങ്ങാനും ഇനി സണ്ണിച്ചേട്ടൻ അഞ്ജലി ചേച്ചിയോട് പ്രേമുണ്ടെങ്കിലോ? അത് ഈ വഴി അറിയാൻ പറ്റുമല്ലോ, ചൈതന്യ കുസൃതിയോട് ചോദിച്ചു. ആഹാ, ചന്തുവിനെ പുറന്നല്ല, ആള് സ്മാർട്ടാണല്ലോ. പിന്നല്ല, ഇന്നത്തെ കാലത്ത് ആരാ ചന്തു ചേച്ചിയെ പോലെ? ചൈതന്യ പറയുന്നുണ്ട്. ഒന്ന് രണ്ട് സംസാരിച്ച് അതങ്ങ് നീണ്ടുപോകുമ്പോൾ വസു ഒന്ന് അവരോട് അടുത്ത പന്തിലായി കഴിക്കാനിരിക്കാൻ നിർദ്ദേശിച്ചു. ഉച്ചയോടെ ആളും ബഹളവും കുറഞ്ഞു. ചിഞ്ചു ശരണിന്റെ വീട്ടിലേക്ക് യാത്രയായി. അന്നേ ദിവസം എല്ലാവരും ശരണിന്റെ വീട്ടിലായിരുന്നു. വൈകുന്നേരം സണ്ണിയും അഞ്ജലിയും പോവാനൊരുങ്ങിയെന്നാലും ആരും അതിനെ അനുവദിച്ചില്ല. പിടിച്ച പിടിയാലെ അങ്ങ് പിടിച്ചവിടെ നിർത്തിച്ചു. താൻ മറ്റൊരു ലോകത്ത് എത്തിപ്പെട്ട പോലെയായിരുന്നു അഞ്ജലിക്ക്. അത്രയധികം ആളുകളോടൊപ്പം ഒരു വീട്ടിൽ കഴിയുന്ന ആദ്യമായിട്ടായിരുന്നു അവൾ. ബന്ധുക്കളേറെയുണ്ടെന്നാലും ചെറുപ്പം തൊട്ടേ പഠിച്ചതും വളർന്നെല്ലാം വെളിയിലായതിനാൽ ആരെയും ഒട്ടും കൂടുതൽ അറിയുകയോ അടുപ്പമോ ഇല്ല. അച്ഛനും അമ്മയും താനും അഭിമടങ്ങുന്ന ജീവിതം. അവിടെയും നാലുപേരും തങ്ങളുടേതായ തിരക്കുകളിൽ. ആർക്കും പരസ്പരം സംസാരിക്കാനോ കാര്യങ്ങൾ പങ്കുവെക്കാനോ വിശേഷങ്ങൾ തിരക്കാനോ സമയമില്ല. സത്യത്തിൽ അവിടെ ഒരു സ്വർഗമാണെന്ന് തോന്നിയ അഞ്ജലിക്ക് ഒരിക്കൽ വന്നാൽ പിന്നീട് തിരിച്ചു പോകാൻ മടിക്കും വിധം ഒരു സ്നേഹ സ്വർഗം. രാത്രിയിൽ എല്ലാവരും മുറ്റത്തെ ഗാർഡനിലായിരുന്നു. സണ്ണിയും അഞ്ജലിയും മറ്റന്നാളത്തെ റിസപ്ഷൻ ഇല്ലെന്നതിനാൽ ഒരു കേക്ക് കട്ടിങ്ങും മറ്റും സെറ്റപ്പുകളുമായി കുഞ്ഞൊരു പാർട്ടി വസു ശരണിനെ ചിഞ്ചുനുമായി അറേഞ്ച് ചെയ്തിരുന്നു. എല്ലാവരും ഒരുമിച്ച് ആ രാത്രി നിറമുള്ളതാക്കി. നേരം വെളുക്കും വരെ അതുപോലെ ഇരുന്ന് സമയം പങ്കിടാൻ അവരെല്ലാം ആശിച്ചു. ചന്ദനയ്ക്ക് നാളെ ലാസ്റ്റ് സെം എക്സാം തുടങ്ങിയാണ്. പ്രഗ്നൻസിയും ഡെലിവറിയൊക്കെയായി സെക്കൻഡ് ഇയർ കോളേജിൽ പോകാൻ കഴിഞ്ഞില്ലെന്നാലും തേർഡ് സെം എക്സാം അവൾ എഴുതിയിരുന്നു. കുറേ ദിവസങ്ങളായി കല്യാണത്തിന്റെ അലച്ചിലാണ്. നാളെ എക്സാം ഹാളിൽ ചെന്നിരുന്ന് കണ്ണുമിഴിയില്ലെന്ന് പറഞ്ഞ് വസു ചന്ദനയെ നേരത്തെ കിടക്കാൻ പറഞ്ഞയച്ചു. സണ്ണിക്കും അഞ്ജലിക്കും നാളെ വെളുപ്പിന് തന്നെ മടങ്ങണം. അവരെയും വസു നിർബന്ധിച്ച് അകത്ത് കയറ്റി. അവരുടെ പുറകെ എണീറ്റ് അകത്തേക്ക് പോകാനിരിക്കുന്ന ശരണിനെ വസു പിടിച്ചു നിർത്തി. എന്താണ് ഇത്രയും തിരക്ക്? ഫസ്റ്റ് ഡേ ആണ്, ആക്രാന്തം വേണ്ട കേട്ടോ. വസു ചിരിയൊതുക്കി. ആക്രാന്തം എന്നോട് പറയിപ്പിക്കരുത്. ഇവിടെ മനുഷ്യന് കാല് കഴിച്ചിട്ട് പോയാ അതുപോലത്തെ നിർത്തായിരുന്നു. ശരി, നീ എന്നാ അകത്തേക്ക് പോക്കോ. ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇവളിവിടെ നിൽക്കട്ടെ. ഇനിയൊരു കമ്പനിക്ക് ചിഞ്ചെന്ന് പറയുന്നു. വസു ചിഞ്ചുവിനെ നോക്കി. അവളും ശരണിനെ നോക്കി ചിരിയൊതുക്കിയാണ്. അയ്യടാ, ആദ്യം നീ അകത്ത് കയറിപ്പോടാ. നിനക്ക് കമ്പനിക്കാ ചന്ദനയുള്ളു. തൽക്കാലം നീ എന്റെ കമ്പനി പൂട്ടണ്ട. വസു പിന്നെന്തെങ്കിലും പറയുന്നതിന് മുന്നേ ശരൺ ചിഞ്ചുവിനെയും വലിച്ച് അകത്തേക്ക് ഓടി. എല്ലാവരും ഓരോ സൈഡ് പോയി സെറ്റായി കണ്ടതും ഗേറ്റ് ലോക്ക് ചെയ്ത് വസു അകത്ത് കയറി. വർഷങ്ങൾ വീണ്ടും ഓടി മറഞ്ഞു. ചന്ദന PSC നേടി LP വിഭാഗ അധ്യാപികയായി മാറി. വസു ജോലിയിൽ പ്രമോഷൻ നേടി. ശരണും ചിഞ്ചുവും വിവാഹം കഴിഞ്ഞ് 3 മാസത്തോളം നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി. ഇപ്പൊ നാട്ടിലുണ്ട്. അവർക്കൊരു ആൺകുഞ്ഞ് പിറന്നു, ഋഗ്വേദി ശരൺ. 2 മാസമാവുന്ന അവന്. വസുവിന്റെയും ചന്തുവിന്റെയും വിധിക്കുട്ടി പ്ലേ സ്കൂളിൽ പോയി തുടങ്ങിയിരുന്നു. വരുൺ യങ്കോ കഴിഞ്ഞുകൊണ്ട് ഗൾഫിൽ പോയി. ശരത്തിനും ശരണിനുമൊപ്പം ചേർന്ന് അവൻ ബിസിനസ് കാര്യങ്ങൾ പഠിച്ചെടുത്തു. നാട്ടിൽ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്നൊരു പ്ലാനിങ്ങിലാണ് വരുൺ. ചൈതന്യക്ക് വിവാഹപ്രായമെത്തി. എന്നാലും ജോലിയായതിനു ശേഷം മതിയെന്നൊരു അഭിപ്രായത്തിലായിരുന്നു അവൾ. അതിനാൽ ആരോടും നിർബന്ധിച്ചതുമില്ല. വേദിന്റെ 1ാം പിറന്നാളിന് സണ്ണി നാട്ടിൽ വരുമ്പോൾ അഞ്ജലിയും ഉണ്ടായിരുന്നു. അന്ന് അവൾ സുഹൃത്ത് മാത്രമായിരുന്നില്ല അവന്. അവന്റെ മുന്നിൽ അവകാശിയായി തീർന്നിരുന്നു. സണ്ണിയുടെ പതിവായി മാറിയിരുന്നു. ഏറെ നഷ്ടങ്ങൾ വന്നു ചേരുമ്പോഴും സണ്ണിക്ക് വലുതായിട്ട് എന്തോ ഒന്ന് കർത്താവ് കാത്തുവച്ചിരുന്നെന്ന് ചിഞ്ചുവിന് അറിയാമായിരുന്നു. എന്നും എപ്പോഴും അവൾ അതേക്കുറിച്ച് ഓർക്കുമായിരുന്നു. അത് ഇതാണ്, അഞ്ജലിയാണ്. അഞ്ജലിയോളം സണ്ണിക്ക് ചേരുന്ന മറ്റൊരുവളില്ല. തുടക്കത്തിൽ തന്റെ പ്രണയം സണ്ണി സ്വീകരിച്ചിരുന്നെങ്കിൽ അത് സണ്ണിക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തരമാവുമായിരുന്നു. ഒരിക്കലും ഒത്തുചേർന്ന് പോവാത്ത 2 വ്യക്തിത്വങ്ങൾക്കുടമയാണ് താനും സണ്ണിയും. ഓർക്കവേ തന്നെ ചിഞ്ചു ചിരിച്ചുപോയി. എന്തൊക്കെയായിരുന്നു ജീവിതത്തിൽ? കർത്താവ് എത്ര നന്നായി ഓരോരുത്തരുടെയും വിധി എഴുതി വെച്ചിരിക്കുന്നു, ജീവിതം വരച്ചിട്ടിരിക്കുന്നു. അതിൽ തങ്ങളുടേതെല്ലാം ഈ വിധമായിരുന്നു. അതിൽ ഓരോരുത്തരും ഇന്ന് സന്തുഷ്ടരാണ്, അത്രയേറെ. ഇനി എന്തുണ്ടെങ്കിലും അടുത്ത ജന്മത്തിലാവട്ടെ. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. പുതിയ കഥ നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.